സർക്കാരിന്റെ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും സർക്കാരിന്റെ ഇപ്പോ 5 വർഷമാണല്ലോ സർക്കാർ ഭരിക്കുന്നത്. ഓരോ വർഷവും സർക്കാരിന്റെ ഓരോ വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടാനുകോടി രൂപ എടുത്തിട്ടാണ് സർക്കാർ ദൂർത്തടിക്കുന്നത്. ഈ ദൂർത്തുകൾ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു. നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ടി 1 കോടി രൂപ മുതൽ മുടക്കി ഒരു ബസ് വാങ്ങുന്നു, എന്നിട്ട് അത് മ്യൂസിയമായി ആൾക്കാർ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബസ് കട്ടപ്പുറത്തിരിക്കും നമ്മൾ കണ്ടു. പിന്നീട് അത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും പിന്നീട് അത് കട്ടപ്പുറത്താകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷം അതിദരിദ്ര നിർമ്മാർജ്ജന എന്ന് പറഞ്ഞ അതിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു. 5 രൂപയുടെ ജോലി ചെയ്തിട്ട് 1000 രൂപയുടെ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്, വികസനം നടക്കുന്നില്ല, എന്നാൽ മാർക്കറ്റിംഗ് മാത്രം. ഇതിനകത്ത് വരവ് നടക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. കടമെടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ കടമടയ്ക്കാനുള്ള വഴി കൂടെ കണ്ടെത്തിയിട്ട് വേണം കടമെടുക്കാൻ. ഇപ്പോൾ ഒരു വികസന പ്രവർത്തനം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ എന്താണ് സർക്കാർ ചെയ്യുന്നത്? 50 കോടിയുടെ പദ്ധതി ആണെങ്കിൽ 500 കോടി മുടക്കിയായിരിക്കും ആ പദ്ധതി നടപ്പാക്കുന്നത്.